നമസ്കാരം. തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച് നടനും തമിഴക വെട്രി കഴകം അധ്യക്ഷനുമായ വിജയ്. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയുമാണ് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നത്. ഇത് ഞങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. ആരൊക്കെ ആശ്വാസവാക്കുകൾ പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം താങ്ങാനാവാത്തതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമെന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നമ്മുടെ ബന്ധുക്കളുടെ ഓരോ കുടുംബത്തിനും 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഓരോ വ്യക്തിക്കും 2 ലക്ഷം രൂപ വീതവും നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെയൊരു നഷ്ടത്തിനിടയിൽ ഈ തുകയ്ക്ക് പ്രാധാന്യമില്ലെന്നറിയാം. എന്നിരുന്നാലും ഈ അവസ്ഥയിൽ ഒരു കുടുംബാംഗമെന്ന നിലയിൽ നിങ്ങളോടൊപ്പം നിൽക്കേണ്ടത് എൻ്റെ കടമയാണ്, വിജയ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു. കരൂരിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാവനയ്ക്ക് അതീതമായ വിധത്തിൽ എൻ്റെ ഹൃദയവും മനസ്സും അഗാധമായ ഭാരത്താൽ നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൻ്റെ അതിയായ ദുഃഖത്തിനിടയിൽ എൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വേദന പ്രകടിപ്പിക്കാൻ വാക്കുകൾ ഇല്ലാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. എൻ്റെ കണ്ണുകളും മനസ്സും ദുഃഖത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയ നിങ്ങളുടെയെല്ലാം മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ മിന്നിമറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്തോറും എൻ്റെ ഹൃദയം കൂടുതൽ വഴുതിപ്പോകുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന വേദനയോടെ എൻ്റെ അഗാധമായ അനുശോചനം അറിയിക്കുകയാണ്, വിജയ് കുറിച്ചു. നേരത്തെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ 10 ലക്ഷം രൂപയും ചികിത്സയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപകടത്തിൽ ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. പ്രധാനമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാകും ധനസഹായം നൽകുക. അതിനിടെ ടി.വി.കെ പ്രചാരണത്തിനുള്ള സ്ഥലം തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനിൽ നിന്ന് വിശദീകരണം തേടിയതായും റിപ്പോർട്ടുണ്ട്. വിജയുടെ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ മരിച്ച സംഭവത്തിൽ ടി.വി.കെ ജനറൽ സെക്രട്ടറി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവർക്കെതിരെ എഫ്.ഐ.ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച കരൂരിലെ വേലുച്ചാമിപുരത്ത് വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് വിജയുടെ റാലി ആരംഭിച്ചത്. നാമക്കലിലെ റാലിക്ക് ശേഷം പറഞ്ഞതിലും 6 മണിക്കൂർ വൈകിയാണ് വിജയ് കരൂരിലെത്തിയത്. വൻ തിരക്കും നിർജ്ജലീകരണവും കൂടിയായപ്പോൾ മണിക്കൂറുകളായി നിലയുറപ്പിച്ച പ്രവർത്തകരും കുട്ടികളും ബോധരഹിതരായി. വെള്ളക്കുപ്പികൾ എത്തിക്കാൻ പോലീസിന്റെ സഹായം വിജയ് ആവശ്യപ്പെട്ടെങ്കിലും വൻ തിരക്കിനിടെ ആ ശ്രമം വിഫലമായി. വാഹനത്തിൽ നിന്നും വിജയ് വെള്ളക്കുപ്പികൾ ജനങ്ങൾക്ക് എറിഞ്ഞു നൽകിയതോടെയാണ് സാഹചര്യം കൂടുതൽ വഷളായത്. വെള്ളക്കുപ്പിക്കായി തിക്കും തിരക്കും വർദ്ധിച്ചതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിലത്ത് വീഴുകയായിരുന്നു. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.